ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഞാനും അമ്മയും അമ്മായും മോളും അച്ഛമ്മയൊക്കെ കൂടെ പോകുന്നത് ഇന്നൊരു പ്യൂബർട്ടി ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരും സുന്ദരിമണികളായിട്ട് പോകുന്നുണ്ട്. എൻ്റെ മോള് കണ്ടു, ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് കണ്ട് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് തൊഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തേക്ക് പോകുമ്പോൾ വാശി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്താണ്. കെമിക്കലാണെന്നൊക്കെ അറിയാം. കണ്ടോ, കണിക്കൊന്ന ഒത്തിരി പൂത്ത് നിൽക്കുന്നുണ്ടോ? അത് കണ്ടാൽ തന്നെ നമുക്ക് വിഷുവിൻ്റെ ആ ഒരു ഫീല് മനസ്സിലേക്ക് എത്തും. എന്നാൽ വിഷു ആവുന്ന സമയത്ത് പൂ കിട്ടാനായിട്ട് പാടാണ് കേട്ടോ. അങ്ങനെയാണ് ഈ കണിക്കൊന്നയുടെ കാര്യം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ നേരെ മണ്ഡപത്തിലേക്ക് എത്തി. പോകുന്ന സമയത്ത് നടന്നിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ വെൽക്കം ഡ്രിങ്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേപ്പ് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടത് ഓരോന്ന് എടുത്ത് കുടിച്ചു. ഞാൻ ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഫ്രണ്ടിൽ സീറ്റിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ബാക്കിലേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചടങ്ങുകളൊന്നും ചെയ്യുന്നത് കാണാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ കക്ഷി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണല്ലോ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ മണ്ഡപത്തിലേക്ക് വന്നത്. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇതാണ് കേട്ടോ നമ്മുടെ സിസ്റ്റർ. അങ്ങനെ നേരെ മണ്ഡപത്തിലേക്ക് വരികയാണ്. പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. അപ്പോൾ ഇത് അവളുടെ അമ്മയുടെ ആങ്ങളെയും ഭാര്യയാണ് കേട്ടോ. അപ്പോൾ അത് സാരി കൊടുത്തതാണ്. സാരി കെട്ടിയിട്ട് വേണം ഇനി ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പകുതി ചടങ്ങ് വീട്ടിൽ വെച്ചിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഫസ്റ്റ് ടൈമായിട്ട് സാരി കൊടുക്കുന്ന അതെടുത്ത് നടക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ നമ്മുടെ സീറ്റിലേക്ക് വന്നിരുന്നു. എന്നിട്ട് അവർ ചടങ്ങ് ചെയ്യും. എത്ര മാമന്മാർ അമ്മായിമാരുണ്ടോ അവരുടെയൊക്കെ തട്ടുകൾ 5, 7 എന്ന് പറഞ്ഞിട്ടുള്ള തട്ടുകൾ ഒരുക്കിയിട്ട് വെക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കവിളത്ത് മഞ്ഞളും കുങ്കുമൊക്കെ തേച്ചിട്ടുള്ള ആ ഒരു ചടങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇതായിരുന്നു കേട്ടോ ഫുഡ്. നല്ല ഫുഡായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു ഫുഡ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. മോൾക്ക് അങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുത്തു. പിന്നെ അവളുടെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല ഫങ്ഷനായിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടമായി. എൻ്റെ മോളും ആസ്വദിച്ച് തുടങ്ങിയിട്ട് അവളും ഡാൻസൊക്കെ കളിച്ചു. അതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടങ്ങിയിരിക്കാതെ ഓടി നടന്നിട്ട് മോള് പാട്ട് കേട്ടതെന്ന് തന്നെ അവൾ ഡാൻസ് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും മോൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവളും പാട്ടും ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവൾ ഭയങ്കര ഹാപ്പി കണ്ടപ്പോൾ ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ കുറച്ച് നേരം കണ്ടില്ലേ അവളുടെ ഒരു ആകാംക്ഷ. അങ്ങനെ ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ഓട്ടോയിലാണ് കേട്ടോ തിരിച്ച് വരുമ്പോൾ വന്നത്. കഴിച്ചതും പിന്നെ നടക്കാൻ വയ്യാതെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാവേ.